ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൂപ്പാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? അല്ലെ, നമ്മുടെ മെയിൻ കഥാപാത്രമായ നമ്മുടെ വൈജയന്തി നെടുമ്പുരക്കൽ വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാണ്? സ്വന്തം തറവാടായ കൈതക്കൽ മാളിക വീട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ നമ്മുടെ വൈജയന്തി വന്നതിനെ തുടർന്ന് നമ്മുടെ ആരാണ് ശിവശങ്കറിനും ഒക്കെ നല്ല രീതിയിൽ തന്നെ വൈജയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. കാരണം നീ എടുത്ത തീരുമാനം ഇത് ഇപ്പോഴല്ല, നിനക്ക് ഒരു കാലത്ത് നീ എടുത്ത തീരുമാനം അത് നിനക്ക് തന്നെ ദോഷമായിട്ട് വരും. എപ്പോഴും നീ നിന്റെ വാശി, നിന്റെ ജയം അത് മാത്രമേ നീ നോക്കാറുള്ളൂ. മറ്റുള്ളവരുടെ മനസ്സ് കാണാനുള്ള ഒരു ഇതുപോലും നിനക്കില്ല എന്ന രീതിയിലൊക്കെ ശിവശങ്കരൻ ഭയങ്കര ഷാർപ്പായിട്ട് തന്നെ നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് സംസാരിക്കുന്ന സീനൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടു നിർത്തിയത്, അല്ലെ? അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. ആരാണ് പുതുതായിട്ട് വരുന്ന എൻ്റെ മുത്തുമണീസൊക്കെ. പിന്നെ ആ സ്റ്റാർ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ഹൈപ്പ് ചെയ്തങ്ങ് വിട്ടേക്കിട്ടോ. കാരണം നമ്മുടെ വീഡിയോസ് കുറച്ച് റീച്ച് ആവണ്ടേ. അപ്പൊ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കയറി പോരത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ വൈജയന്തിക്ക് ആകെ ഒരു അടി കിട്ടിയാണ്. അതായത് താൻ തൻ്റെ തറവാട്ടിൽ വന്നിട്ട് തൻ്റെ കൂടപ്പിറപ്പിന് പോലും ഒരു ഇഷ്ടമില്ല, എല്ലാവർക്കും നമ്മളോട് ദേഷ്യമാണ്. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞിരുന്നാലും വൈജയന്തിയുടെ നിലപാട് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതായത് ഇനി ഒരു തിരിച്ചു പോക്ക് നെടുമ്പുരക്കൽ വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ ബാലചന്ദ്രൻ ഇവിടെ വരണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. അവളെ പറഞ്ഞു വിട്ടിട്ട് എന്നെ വിളിക്കാനായിട്ട് ബാലചന്ദ്രൻ ഇവിടെ വരണം, എങ്കിൽ മാത്രമേ താൻ ഇനി ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ വൈജ ഒരു നിമിഷം പോലും താൻ എടുത്ത തീരുമാനം ശരിയായില്ലേ, തെറ്റായി പോയോ? ഏതൊരു മനുഷ്യനാണെങ്കിലും അങ്ങനത്തെ ഒരു വികാരം ഉണ്ടാവും. പക്ഷെ ഇത് അതുപോലുള്ള അത്ര ഹാർഡ് ഒരു മൈൻഡാണ് വൈജയന്തിയുടേത്. എന്ന് വെച്ചാൽ എടുത്തത് തന്നെ, പിന്നെ മുന്നോട്ടോ പിന്നോട്ടോ ഒരു നോട്ടോ ഇല്ല, ബാക്കിലോട്ടോ ഒട്ടും ഇല്ല, അല്ലെ? ആ ഒരു നിലപാടാണ് വൈജയന്തിയുടേത്. അപ്പൊ എന്തായാലും വൈജയന്തിയുടെ നിലപാടിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കില്ല, അല്ല പിന്നോട്ട് വെക്കില്ല. മുന്നോട്ട് വെച്ചാലും ഒരു മാറ്റവും വരത്തില്ല എന്നുള്ളത്. താൻ പിടിക്കണ മുയലിന് 3 കൊമ്പ്, അങ്ങനെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. അങ്ങനെ വൈജയന്തി അതിനുശേഷം നേരെ നമ്മുടെ സൗദാമിനി അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. കാരണം അമ്മയെ കണ്ടിട്ട് കുറേ നാളായി. ആക്സിഡന്റ് പറ്റിയത് പിന്നെ അമ്മയും വൈജയന്തിയെ കണ്ടിട്ടില്ല. അങ്ങനെ ഡോറ് തുറന്ന് അകത്ത് ചെല്ലണതും സൗദാമിനി അമ്മയ്ക്ക് ഭയങ്കര ഒരു ഇതാവാണ്. കാരണം സ്വന്തം മോളാണ്, ഒരേ ഒരു മോളും 3 ആൺകുട്ടികളല്ലേ അമ്മയ്ക്ക്. അപ്പൊ ആ മോളെ ആക്സിഡന്റ് പറ്റിയിട്ട് പോലും ഒന്ന് പോയി കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ കണ്ടപ്പം പെട്ടെന്ന് ഒരു സന്തോഷവും സങ്കടവും ഒക്കെ സൗദാമിനി അമ്മയ്ക്ക് വരെയാണ്. അപ്പൊ നീ എപ്പോഴാടി മോളെ വന്നതെന്ന് ചോദിക്കും. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ അമ്മ എന്ന് പറയാം. അപ്പൊ എങ്ങനെയുണ്ട്? ഓ, ഇപ്പോഴെങ്കിലും അമ്മ ചോദിച്ചല്ലോ, ആക്സിഡന്റ് പറ്റിയ പിന്നെ ഞാൻ നിന്നെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിനക്ക് കാലൊക്കെ സുഖമായോ, നിന്റെ കൈയുടെ വേദനയൊക്കെ മാറിയോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വൈജയന്തി അതിനൊക്കെ മറുപടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇവിടുത്തെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് നമ്മുടെ വൈജയന്തി. അപ്പോൾ നമ്മുടെ സൗദാമിനി അമ്മ പറഞ്ഞു, പ്രത്യേകിച്ച് എന്ത് പറയാനാ, നിനക്കറിയാലോ കമലയുടെ നോട്ടമല്ലേ എത്രത്തോളം ഉണ്ടാവുമെന്ന്. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി പറഞ്ഞു, ഇനിയിപ്പോൾ അമ്മ കുറച്ച് ദിവസത്തേക്ക് ടെൻഷൻ ഒന്നും അടിക്കണ്ട, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. നീ ഇവിടെ ഉണ്ടാവുമോ? സൗദാമിനി അമ്മ ചോദിക്കുകയാണ്. അതെ, ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. അതെന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? അപ്പൊ അവിടെ കുട്ടികളും ബാലേന്ദ്രനൊക്കെയോ? ആ, അവരെ കാര്യങ്ങളൊക്കെ അവര് അവിടെ നോക്കാനും ഒക്കെ ആയിട്ട് അവിടെ ഒരാളുണ്ടല്ലോ. അപ്പൊ പിന്നെ ഒരു പുണ്യാളത്തി അവിടെ ഉണ്ടല്ലോ. പിന്നെ ഇനി ഞാൻ എന്തിനാ അവിടെ? നീ അവിടെ നിന്ന് വഴക്കിട്ട് ഇറങ്ങി പോയതാണോ, അല്ല ഇറങ്ങി പോന്നതാണോ എന്നിങ്ങനെ സൗദാമിനി അമ്മ ചോദിക്കുകയാണ്. ഞാൻ ആരുടെ അടുത്ത് വഴക്കിടാൻ? എൻ്റെ അടുത്ത് ഞാൻ ആ വീട്ടിൽ ഉണ്ടോന്ന് പോലും എൻ്റെ മക്കളോ എൻ്റെ ഭർത്താവോ ചോദിക്കാറില്ല. പിന്നെ ആരുടെ അടുത്താണ് ഞാൻ പറഞ്ഞിട്ടും വഴക്കിട്ടിട്ടൊക്കെ വരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വൈജ പറയണത്. അപ്പോഴാണ് സൗദാമിനി അമ്മയുടെ അടുത്ത് വൈജയന്തി പറയണത്, ആ ഒരുമ്പെട്ടവള് എൻ്റെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ അവളെ കാലെടുത്തു വെച്ചോ, അന്ന് എനിക്ക് തുടങ്ങിയതാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും. എൻ്റെ ഭർത്താവ്, എൻ്റെ 3 മക്കള്. ഇപ്പം മക്കളെ പോലും ഇത്രയും നാള് കൃഷ്ണമോള് മാത്രമായിരുന്നു അവളുടെ ചൊൽപ്പടിക്ക്, ബാലേന്ദ്രനും കൃഷ്ണമോള്. ഇപ്പൊ ബബിതയും രോഹിത്ത് വരെ അവള് വരയ്ക്കുന്ന വരയ്ക്കപ്പുറയില്ല. ആ വീട് ഭരിക്കുന്നത് ഇപ്പൊ അവളല്ലേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാണ് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോഴേക്കും മുത്തശ്ശി, സ്വന്തം മകളെയാണ് അവൾ കുറ്റപ്പെടുത്തുന്നത്.
കാരണം ഗംഗാധരം വന്നപ്പോൾ നമ്മുടെ സൗദാമിനി അമ്മയോട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, എവിടെയോ പിഴച്ച് പ്രസവിച്ചവള് വന്ന് കയറി എൻ്റെ കുടുംബം ചിന്ന ഭിന്ന ആക്കി, എൻ്റെ മക്കളെ എല്ലാവരെയും കയ്യിലെടുത്തു, ഭർത്താവിനെ ആദ്യം കയ്യിലെടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയണ. പക്ഷെ സൗദാമിനി അമ്മയ്ക്ക് വലിയ വിഷമമാണ്. കാരണം എന്ന് വെച്ചാൽ ആ സത്യം പറഞ്ഞ വൈജയന്തിയുടെ ഭാഗത്ത് ഈ സത്യം അറിയാണ്ടാണ് വൈജയന്തി ഇതൊക്കെ പറയണത് അല്ലെ. കാരണം ഒരിക്കലും അറിയുന്നില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ സൗദാമിനി അമ്മ പറഞ്ഞു, വൈജയ് നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ബാലചന്ദ്രനെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ എന്തിനാണ്? അത് കൊള്ളാം, അമ്മ ഇതെന്ത് വർത്താനാ പറയണേ? എവിടെയോ ഏതോ ഒരുത്തിക്ക് ഉണ്ടായ എൻ്റെ മോളെന്നും പറഞ്ഞ അവീത ഗർഭം എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തിയെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവളെ മകളായിട്ട് അങ്ങ് അംഗീകരിച്ചു കൊടുക്കണം. എന്നെ അതിന് കിട്ടൂല. വൈജയന്തി അതിനൊന്നും വെച്ച് ആ വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെക്കുകയുള്ളൂ. ബാലചന്ദ്രനെ വൈജ ആരാണെന്ന് അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജ പറയണേ, എവിടെയോ പിഴച്ച് പ്രസവിച്ചവളാണ്, അവള് വന്നിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സൗദാമിനി അമ്മ പറഞ്ഞു, വൈജെ നീയും വലിയ ഒരു ഇതൊന്നും പറയണ്ട, നിന്റെ ജീവിതത്തില് തുടച്ചു കളയാൻ പറ്റാത്ത അത്രയും വലിയൊരു തെറ്റ് നിന്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. നീ ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുമ്പോൾ നീ അതും കൂടെ ഓർക്കണം. അമ്മ എന്ത് വർത്താനോ പറയണേ, ഇപ്പൊ ഞാന് പിഴച്ചു പറ്റെങ്കിലും എനിക്ക് എൻ്റെ മോനെന്നോ മോളെന്നോ പറഞ്ഞ് ഒരുത്തിയൊന്നും ഇവിടെ ഞാൻ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ബാലചന്ദ്രനല്ലേ കൊണ്ടുവന്നിരിക്കണത്. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടെപ്പിറപ്പ് ആങ്ങളമാരായിക്കോട്ടെ, ഇനി അവള് ഇവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞല്ലാണ്ട് ഈ വൈജയന്തി ഇനി ആ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സൗദാമിനി അമ്മയ്ക്ക് ദേഷ്യം പറയണം. കാരണം സൗദാമിനി അമ്മ പറയണ, അന്നും ഇന്നും നിനക്ക് നിന്റെ വാശിക്ക് ഒരു കുറവുമില്ല വൈജയ്, നീ ഒന്ന് അടങ്ങ്, നീ ഒന്ന് താന്ന് നിൽക്കുക. നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കയറ്റം കയറുന്നത്? നീ മറ്റുള്ളവരെ കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓഹോ, ഇപ്പൊ അമ്മയും കൂടെ എന്നെ കുറ്റം പറയാൻ തുടങ്ങിയോ? എന്നാ പിന്നെ ആയിക്കോട്ടെ, ഇപ്പൊ ശിവേട്ടന്റെ കുറ്റപ്പറച്ചിലും കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ട് ഇങ്ങോട്ട് ഞാൻ വന്നേ ഉള്ളൂ. അമ്മ നിർത്തണ്ട, അമ്മ തുടങ്ങിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഇതെല്ലാം താങ്ങാൻ കണക്കാക്കി തന്നെ വൈജയന്തി നിൽക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ തറവാടും കൂടെ, എൻ്റെ അച്ഛൻ്റെ ഈ തറവാട് എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. എനിക്ക് തോന്നുന്ന വരെ ഞാൻ ഇവിടെ നിൽക്കും. ചിലപ്പോൾ തോന്നിയ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ അങ്ങോട്ട് മാറും. അപ്പോഴേക്കും മുത്തശ്ശി പറയണത്, വൈജയന്തി നീ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ ഈ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിനക്ക് ദോഷമായിട്ടേ വരുള്ളൂ. എടി നീ ഒരു കാര്യം ചിന്തിക്കുക വൈജയ്, നിന്റെ ഭർത്താവ്, നിന്റെ 3 മക്കള്, ഇവരെയൊന്നും നിനക്ക് വേണ്ടേ? നിന്റെ കുടുംബമാണത്. അത് കളഞ്ഞിട്ട് നീ എന്ത് നേടാനാണ് വൈജയ് ഈ ഒറ്റയ്ക്ക് പോയി അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചിട്ട്? നിനക്കുള്ള നഷ്ടം നീ തന്നെ സ്വയം വരുത്തി വെക്കുകയല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് സൗദാമിനി അമ്മ പറ്റുന്നിടത്തോളം പറഞ്ഞ് മനസ്സിലാക്കിയാണ്. എവിടെ വൈജ വിട്ടുകൊടുക്കോ? വൈജ പറഞ്ഞ, അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. ഞാൻ പോകണമെങ്കിൽ ആ ഒരുമ്പെട്ടവള്, ആ പിശാജ് അവിടെ നിന്ന് പോയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ വൈജയന്തി പോവുള്ളൂ. പിന്നെ എൻ്റെ മക്കളുടെ കാര്യം ഓർത്തൊന്നും എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇപ്പൊ അവരൊക്കെ അവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തരായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം സൗദാമിനി അമ്മയ്ക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ വൈജ ഒരു കാര്യം വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നൊരു മറുഭാഗം അതിനില്ല. കാരണം അവള് വാശി വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങനെ തന്നെയാണ്. അതിന് ആര് എത്ര വന്ന് മേളിയിരിക്കുന്ന ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞിരുന്നാലും വൈജ അതിൽ നിന്ന് ഒരണു വീണു മാറില്ല എന്ന കാര്യം സൗദാമിനി അമ്മയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ രോഹിത്തും നമ്മുടെ അലീനയും ഈ സന്തോഷമൊക്കെ ആയിട്ട് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് സന്തോഷം അറിഞ്ഞ് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് നെടുമുറിക്കൽ വരെയാണ്. അപ്പൊ വന്ന് കഴിഞ്ഞപ്പോ തന്നെ ബബിത അവിടെ നിൽപ്പുണ്ട്. അപ്പം ബബിതയുടെ അടുത്ത് ഓടിച്ചെന്ന് പറയണേ, എടി നമ്മൾ പോയ കാര്യമൊക്കെ ഓക്കെ ആയിന്ന് രോഹിത് പറയണ്. പക്ഷെ നമ്മുടെ ബബിതയ്ക്ക് ആ മുഖത്ത് ആ ഒരു തെളിച്ചയും സന്തോഷമൊന്നും വന്നില്ല. അതായത് നമ്മൾ പോയി ഡിസ്മിസൽ ലെറ്റർ മേടിക്കാൻ പോയ നമുക്ക് 1 മാസത്തെ സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. ഇനി തുടർന്ന് എനിക്ക് 1 മാസം കഴിഞ്ഞാൽ അവിടെ പഠിക്കാം. ഇതെല്ലാം അലീന ചേച്ചി കാരണമാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ രണ്ടുപേരും മാറി മാറി പറയണ്. അപ്പം അലീന നോക്കുമ്പോൾ ബബിതയുടെ മുഖത്ത് ഒരു സന്തോഷമില്ല. അല്ല, നിനക്ക് എന്ത് പറ്റിയിടും മോളെ? ഞങ്ങൾ ഇത്രയും വലിയൊരു സന്തോഷം പറഞ്ഞിട്ട് നിന്റെ മുഖത്ത് ആ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അലീന ചേച്ചി, അമ്മ ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ഞെട്ടിത്തിരക്കുകയാണ് കേട്ടോ. അപ്പൊ രോഹിത് ചേച്ചി എങ്ങോട്ട് പോയി? അത് കൈതക്കൽ വീട്ടിലോട്ട് പോയെന്നാ പറഞ്ഞത്. ഒരു ടാക്സി പിടിച്ചുള്ള ലഗേജ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ തടഞ്ഞു നോക്കി, എന്നെ തള്ളി മാറ്റി എറിഞ്ഞിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു. അലീന ചേച്ചി ഇനി ഇവിടെ ഉള്ളിടത്തോളം കാലം നിൽക്കില്ല എന്ന് പറഞ്ഞ് ആ വാശിക്കാ പോയിക്കണത്. അപ്പോഴേക്ക് രോഹിത് പറഞ്ഞു, ഓ, ഈ അമ്മ
എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവൂല. അപ്പോഴേക്കും അലീനയുടെ മുഖമൊക്കെ അങ്ങ് വാടി കണ്ണൊക്കെ അങ്ങ് നിറയാണ്. കാരണം താൻ ഒരാൾ കാരണമാണ് എൻ്റെ അനുജന്റെയും 2 അനിയത്തിമാരുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെയും ഒക്കെ ആ വീട്ടിൽ നിൽക്കേണ്ട ഒരു ഗൃഹനാഥയല്ലേ. അപ്പം താൻ കാരണം ആ വീട് വിട്ട് പോവുക എന്ന് പറയുന്നത് അലീനയ്ക്ക് അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ അലീനയുടെ കണ്ണൊക്കെ നിറയണം. അപ്പം ബബിത പറഞ്ഞു, അയ്യേ അലീന ചേച്ചി വിഷമിക്കണ്ട, അത് സാരമില്ല, അമ്മ ഇത് എപ്പോഴും കാണിക്കേണ്ട ഒരു വാശി തന്നെയല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അലീനയുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വരുന്നത്. അത് വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ കൃഷ്ണമോളും കൂടെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൈതക്കൽ വീട്ടിലോട്ടൊന്ന് പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വന്നാലോ, ചിലപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ മനസ്സ് മാറി വന്നാലോ. അപ്പോഴേക്കും നമ്മുടെ രോഹിത്തും ബബിതയും പറഞ്ഞു, അത് നല്ല ഐഡിയ ആണല്ലോ അലീന ചേച്ചി. അങ്ങനെ അവർ റെഡി ആയിട്ട് കൃഷ്ണമോളെയും കാത്തിരിക്കുകയാണ്. കാരണം കൃഷ്ണമോള് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ പോകാനായിട്ട്. അപ്പോഴേക്കും കൃഷ്ണമോള് വന്നു. കൃഷ്ണമോളെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, രോഹിത്തിന്റെ കാര്യവും പറഞ്ഞു, വൈജയന്തി പോയ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് ബാലചന്ദ്രനെ വിളിച്ചു പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ കൈതക്കൽ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ മനു ഉണ്ട്, നമ്മുടെ രഞ്ജുവാണ് വന്ന് ഡോറ് തുറക്കുന്നത്. അപ്പൊ ഇവരെല്ലാരെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പം ഭയങ്കര സന്തോഷം. കയറി വാ, എല്ലാരും കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കണം. ആ സമയം നമ്മുടെ വൈജയന്തി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മണിശങ്കറും അങ്ങോട്ട് വരെയാണ്. അപ്പം വൈജയന്തി നോക്കുമ്പോൾ എല്ലാണോ ഉണ്ട്. വൈജയന്തിക്ക് ഇതെന്താണ് എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിരിക്കണത്. അപ്പോഴേക്കും ബബിത അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, അമ്മേനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ വന്നതാ. കൂട്ടിക്കൊണ്ടുപോകാനോ? എന്നെയോ? ഞാൻ നിന്നോട് അവിടെ നിറങ്ങിയപ്പോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പുറകെ ഒരൊറ്റ എണ്ണം വന്നു പോരുത്. ഞാൻ എൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും എൻ്റെ ഡിമാൻഡുകളും എന്താണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ എന്തിനാ നീ ഇവിടെ വന്നേന്ന് ചോദിച്ചു. അപ്പൊ ബബിത പറഞ്ഞു, അമ്മ വാശി കാണിക്കില്ല. രോഹിത്തും അതോടൊപ്പം തന്നെ പറഞ്ഞു, അമ്മ വാശി കാണിക്കേണ്ട, അമ്മ വാ അമ്മ, നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ വൈജയന്തി പറഞ്ഞു, നിങ്ങൾക്കേ ആള് മാറിപ്പോയി. വൈജയന്തി ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിനപ്പുറം ഒരു കാര്യമില്ല. ഞാൻ ഇനി ആ വീട്ടിൽ കാല് കുത്തണമെങ്കിൽ ബാലചന്ദ്രൻ ഇവിടെ വരണം, എൻ്റെ കാല് പിടിക്കണം. അത് മാത്രവുമല്ല, അലീന എന്ന് പറയുന്നവള് പിന്നെ ആ വീട്ടിൽ ഉണ്ടാകരുത്. ഈ ഒരു കാര്യം നടപ്പിലായാൽ മാത്രമേ വൈജയന്തി ഇനി നെടുമ്പുരക്കൽ വീട്ടിന്റെ കാല് കുത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മണിശങ്കറിന് അങ്ങോട്ട് ദേഷ്യം പറയണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പിടിവാശി പാടുണ്ടോ? താൻ പിടിക്കണ മുയലിന് 3 കൊമ്പ്, എപ്പോഴും ഒരാൾക്ക് തന്നെ ഒരു 3 കൊമ്പ് അങ്ങനെ കൊടുക്കാനൊന്നും നമുക്ക് പറ്റൂല അല്ലെ. അങ്ങനെ വൈജയന്തിയുടെ ആ ദേഷ്യം, ശരിക്കും പറഞ്ഞാൽ എനിക്കും ദേഷ്യം വരുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് വരുന്നുണ്ടോ? കാരണം വെച്ചാൽ എല്ലാത്തിനും ഇത്രയും കടമ്പിടുത്തമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഓ, അങ്ങനെ മണിശങ്കർ പറയണ, ആന്റി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങള്. അലീനി ആ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞു വിടും എന്ന് ആന്റി സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ആന്റിക്ക് നഷ്ടങ്ങളുള്ളൂ എന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ ആ നഷ്ടങ്ങൾ സഹിച്ചോളാം മനു. ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. എൻ്റെ കുടുംബം ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചു. അവളവിടെ ജയിച്ചു നിന്നോട്ടെ, ബാലചന്ദ്രനും ജയിച്ചു നിന്നോട്ടെ. ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാറി തന്നാ പോരെ. ഞാൻ ഇവിടെ പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ ഇനി ഒരു വാടക വീടെടുത്ത് മാറും. എന്നെ ആരും കൊണ്ടുപോകാനും വിളിക്കാനും ക്രോസ് വിസ്താരം ചെയ്യാനൊന്നും ആരും പറയണ്ട എന്ന് എന്നെ പറഞ്ഞു. നിങ്ങൾക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിതയും രോഹിത്തും കൂടെ പറഞ്ഞു, അതെ, എന്നാൽ ഞങ്ങളുടെ ഒരു തീരുമാനം അമ്മയുടെ അടുത്ത് പറയാം. അമ്മ ഞങ്ങളെ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ താമസിക്കും എന്ന് പറഞ്ഞു. ദേ ബബിതേ, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞു, എന്റെ പിന്നാലെ വന്ന് എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ടെന്ന്. അപ്പോഴേക്കും നമ്മുടെ അലീന ചെല്ലിയാണ് ബബിതയുടെ അടുത്ത് ചെന്നിട്ട് പറയണ, മാഡം എന്നോട് പൊറുക്കണം, മാഡം വീട്ടിലോട്ട് വരണം. ഞാൻ നിൽക്കുന്നതാണ് കാരണമെങ്കിൽ അതിനൊരു തീരുമാനം ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ തീരുമാനം, ഞാൻ നിനക്ക് 2 ആഴ്ച സമയം തന്നു. നീ എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞത്? നിനക്ക് പോകാൻ പറ്റില്ല എന്ന്. ആയിക്കോട്ടെ, അപ്പൊ ഞാനങ്ങ് മാറി തന്നു, അതുപോലെ. അതെ, നിന്റെ നാട്യോ അഭിനയൊന്നും എന്റെ മുന്നിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അലീനെ ആട്ടയാണ് കേട്ടോ. അലീനയ്ക്ക് ആകെ സങ്കടമാവുകയാണ്. എന്നിട്ട് വൈജയന്തി റൂമിലോട്ട് കയറിപ്പോയി. ഈ സമയം നമ്മുടെ ബബിതയും രോഹിത്തും എല്ലാരും കൂടെ ചേർന്ന് സംസാരിക്കണം. അമ്മ അടുക്കുന്നില്ലല്ലോടി എന്ന് രോഹിത്ത് ബബിതയുടെ അടുത്ത് പറയുന്നുണ്ട്. രോഹിയേട്ടൻ സമാധാനപ്പെട്, നമുക്ക് നോക്കാന്നേ, നമുക്ക് ശ്രമിച്ച് നോക്കാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അലീന നേരെ നമ്മുടെ മുത്തശ്ശിയെ കാണാനായിട്ട് പോവുകയാണ്. കാരണം കുറെ നാളായല്ലോ കണ്ടിട്ട്. കഴിഞ്ഞ ദിവസം എന്താണ്, കുറച്ച് ദിവസം മുന്നേ മനുവിന്റെ കൂടെ വന്ന് കണ്ടിട്ട് പോയതാണ്. അങ്ങനെ മുത്തശ്ശിയെ കാണാന്. അങ്ങനെ ഡോറ് തുറന്ന് അലീന അകത്തോട്ട് കയറിയതും മുത്തശ്ശി അലീനയെ കാണാന്. അലീനയെ കണ്ടതും മുത്തശ്ശിയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറയാണ്. കാരണം തൻ്റെ സ്വന്തം മകള് പ്രസവിച്ച കുഞ്ഞാണ്. ഇത്രയും നാളും ഒരു ഹോം നേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു വേലക്കാരിയായിട്ട് ആ വീട്ടിലെ പണികളും ചെയ്ത് നടന്ന് തൻ്റെ സ്വന്തം ചെറുമകളാണ് എന്ന ഒരു തോന്നലില്
മുത്തശ്ശിയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറയാണ്. അപ്പൊ അലീന അടുത്തോട്ട് അടുത്ത് ചെന്ന് നിന്നപ്പോൾ മുത്തശ്ശി അലീനെ അങ്ങ് ചേർത്ത് പിടിച്ച് അങ്ങ് കരയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളും ആ സത്യങ്ങളൊന്നും അറിയാണ്ടും അത് കുറച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ അലീന എന്ന് പറയുന്ന അവള് വന്നത് കൊണ്ട് എൻ്റെ മോളുടെ ജീവിതം ഛിന്ന ഭിന്നമായി പോയി എന്നുള്ള ഒരു തോന്നൽ ഒരു കാലത്ത് മുത്തശ്ശിക്കും ഉണ്ടായിരുന്നു. കാരണം നീ പോണം എന്ന് എന്നെ മുത്തശ്ശിയും ഒരിക്കൽ അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗംഗാധരം വന്ന സത്യങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് സൗദാമിനി മുത്തശ്ശി ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കണത്. കണ്ണ് നിറഞ്ഞ് അവളെ നെഞ്ചോട് ചേർത്ത് അങ്ങ് അലീനയെ പിടിക്കാനായിട്ടോ. ആ ഒരു സീനൊക്കെയാണ് ഏകദേശം കാണിക്കുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിന്റെ ഒരു ഇൻട്രോ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഇനി ചിലപ്പോ എന്തെങ്കിലും 1-2 കേസൊക്കെ ചിലപ്പോൾ കയറി വരികയാണെങ്കിൽ തന്നെ ഡോണ്ട് വറി, നമ്മൾ നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷം ഇടുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് അടിക്കാണ്ട് ഒന്ന് കാണുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരിക. അതിനോടൊപ്പം നിങ്ങൾ പുതുതായിട്ട് വരുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ. അപ്പൊ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.